ഒരു ചെറിയൊരു കാര്യം ചിന്തിക്കാനാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ, നമുക്ക് ബോധ്യമുള്ള പലതും ബോധത്തിൽ പലപ്പോഴും വരാറില്ല. സാധ്യമാവുന്ന പല സംഭവങ്ങളും നിസാരമായി തള്ളിക്കളയുകയും നിസാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സാധ്യതയുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ട് ബോധ്യമില്ലാത്ത അവസ്ഥയിൽ പെരുമാറുകയും ചെയ്യുന്ന കുറേ ജനങ്ങൾ ഈ ലോകത്തുണ്ട്. എൻ്റെ ചോദ്യം ആത്മാർത്ഥതയോടെ, ആത്മവിശ്വാസത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കാനുള്ളൊരു ശ്രമമാണ്. ഉത്തരമുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ ഈ താമസിക്കുന്ന ഭൂമിയിൽ ശൈവ, വൈഷ്ണവ, ശക്തേയ, നാഗചൈതന്യങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും വ്യത്യസ്തമായ ചൈതന്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഈ ഭൂമിയിൽ എവിടെയാണ് ഭഗവാന്റെ ചൈതന്യം എവിടെയാണ് തിരു ഉത്ഭവം ഉണ്ടായത്? എവിടെയാണ് ഉള്ളത്? ഈ ഭഗവാനെ തെരഞ്ഞ് നമ്മൾ എവിടെയൊക്കെയാണ് പോകേണ്ടത്? എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക? എവിടെയാണ് കാണാൻ പറ്റുക? ദൈവത്തിൻ്റെ കേന്ദ്രം എവിടെയാണ്? ഈ ഓരോ വിധത്തിലുള്ള ശൈവ, വൈഷ്ണവ, ശക്തേയ, ഗാണപത്യ, സൂര്യ എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ പറയും. ഈ ആദ്യ ആവിഷ്കാരം എവിടെയാണ് ഉണ്ടായത്? അന്ത്യാവിഷ്കാരം എവിടെയാണ്? എവിടെ പോയാലാണ് എനിക്ക് ഏകാഗ്രതയോടുകൂടി ധ്യാനിച്ച് ഇത് മനസ്സിലാക്കാൻ സാധിക്കുക? പ്രത്യേകമായി ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ആധ്യാത്മികമായ ചരിത്രം പഠിക്കുകയും പുരാണങ്ങൾ പഠിക്കുകയും ആചാരങ്ങൾ പഠിക്കുകയും ഋഷി പരമ്പരകളെ ഓർക്കുകയും ഗുരുക്കന്മാരുടെ ആവശ്യമുണ്ടോ? പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് പോയാൽ മാത്രമേ എനിക്ക് ആത്മശുദ്ധി നേടാൻ സാധിക്കുകയുള്ളൂ? തപസ്യ ആ സമയത്ത് മാത്രമേ സാധിക്കുകയുള്ളൂ? ഇതിൽ ശാശ്വതമായ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നടക്കുന്ന ലോകത്തിൻ്റെ പ്രാപഞ്ചിക ലോകത്ത് നമുക്ക് ചുറ്റും കാണുന്ന, നമ്മൾ താമസിക്കുന്ന ലോകത്തിന് ചുറ്റും കാണുന്ന അതിപുരാതന ദൈവിക കേന്ദ്രങ്ങൾ, പൗരാണികമായ പ്രസക്തി, ധ്യാന സാധനയ്ക്ക് പോകേണ്ട സ്ഥലങ്ങൾ, തപസ്സിന് പോകേണ്ട സ്ഥലങ്ങൾ, എൻ്റെ അവകാശങ്ങൾ, എൻ്റെ ഓർമ്മകൾ, എൻ്റെ ചിന്തകൾ, ഈ ഭൂമി എന്ന് പറയുന്ന ദൈവികമായിട്ടുള്ള ശക്തിയുടെ പൗരാണികമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഓരോരോ സ്ഥലങ്ങളെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ച് പുരാണ ആചാര്യന്മാരെവിടെയായിരുന്നു, അതുകൊണ്ട് അവിടെ പോയാലേ എനിക്ക് പ്രചോദനം കിട്ടുള്ളൂ, അവരെവിടെ അട്രാക്റ്റ് ചെയ്യപ്പെട്ടോ അവിടെ മാത്രമേ ഭഗവാൻ ഉള്ളൂ. എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഭഗവാന്മാരായിരുന്ന കാലടിയിൽ ജനിച്ച ശങ്കരന് 5-10 സ്ഥലത്ത് പോകാൻ പറ്റി, അവിടെ മാത്രമേ ഭഗവാൻ ഉള്ളൂ. ഇത് ഒരു വലിയൊരു ചിന്തയാണ്. ഇത് ഏതിൻ്റെ ചിന്തയാണ്? താന്ത്രികപരമായ കാര്യങ്ങളുണ്ടോ? പൗരാണികമായ പരാമർശങ്ങളിലൂടെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് മാത്രമായിരുന്നോ? അല്ലാതെ പുതിയ ഒന്നും എനിക്കില്ലേ കാണാൻ? ആധ്യാത്മികമായ കാഴ്ചപ്പാട് കൊണ്ട് ഞാൻ ജീവിക്കുന്ന ലോകത്ത് എനിക്ക് സ്വയം അത് കണ്ടെത്താനുള്ള കഴിവുണ്ടോ? അല്ല ആരോ പറഞ്ഞ് എവിടെയോ നടന്ന എന്തോ സംഭവങ്ങളുടെ കൂട്ടായ്മകളുടെ പിന്നാലെ പോയിട്ട് അവിടെ ഞാൻ ഭഗവാനെ തിരയേണ്ട ആവശ്യമുണ്ടോ? ഇതാരെനിക്ക് പറഞ്ഞു തരും? ഭഗവാനല്ലാതെ അറിയില്ല കേട്ടോ. അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഭഗവാനെ തപ്പി കുറേ സ്ഥലത്ത് പോയാലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലത്താണ് ഭഗവാനുള്ളത്, ആരുമില്ലാത്ത സ്ഥലത്ത് ഭഗവാനില്ല എന്ന്. അങ്ങനെ അല്ലല്ലോ കേട്ടിരുന്നത്. ഗുഹാ അന്തർഭാഗങ്ങളിലൊക്കെ ആരും പോകാത്ത സ്ഥലത്താണ് ഋഷിമാരൊക്കെ സന്യാസത്തിന് പോയിരിക്കുന്നത് എന്നാണ് കേട്ടത്. അവിടെയാണോ ഭഗവാനുള്ളത്? അവിടെ മാത്രമുള്ളോ? അല്ല കോടിക്കണക്കിന് ആൾക്കാർ പോകുന്ന സ്ഥലത്താണോ ഭഗവാനുള്ളത്? അവിടുത്തെ വെള്ളത്തിനെ പ്രാധാന്യമുള്ളോ? ഈ വെള്ളമൊക്കെ തുടങ്ങുന്ന സ്ഥലത്ത് ഓരോ നദികൾക്കും പ്രാധാന്യമില്ലേ? അവ തുടങ്ങുന്ന സ്ഥലത്തല്ലേ അതിൻ്റെ ശുദ്ധമായ അവസ്ഥ ഉണ്ടാവുക? കൈലാസത്തിനേക്കാളും മുകളിലാണോ കൈലാസത്തിൽ നിന്ന് തുടങ്ങുന്ന നദികൾ? അറിയാത്തതുകൊണ്ടാണ്. ഉദ്ഭവസ്ഥാനമാണോ പ്രാധാന്യം? അല്ല ഉദ്ഘോഷിക്കപ്പെടുന്ന സ്ഥാനങ്ങളാണോ പ്രാധാന്യമുള്ളവ? അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നന്ദി, നമസ്കാരം.